90% ഓഫ് കുട്ടികളുടെയും പ്രോഗ്രസ് കാർഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിലും നമ്മൾ എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങും. പക്ഷേ നമ്മളുടെ മാത്സിൽ നമ്മൾ സ്റ്റക്ക് ആവും. മാത്സിൽ എങ്ങനെ പഠിച്ചാലും ചില കുട്ടികൾക്ക് A1 ഉറപ്പിക്കാൻ പറ്റാറില്ല. മാത്സിൽ എങ്ങനെയാലും നല്ലൊരു സ്കോറിലെത്താൻ പല കുട്ടികൾക്കും പറ്റാറില്ല. മാത്സ് ആണ് പല കുട്ടികളുടെയും വിഷയം. പക്ഷെ ഇവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും മാത്സിൽ തന്നെ ആയിരിക്കും. പക്ഷെ എത്ര ടൈം സ്പെൻഡ് ചെയ്താലും മാത്സിൽ നല്ലൊരു സ്കോറിൽ എത്താൻ പറ്റാറില്ല. എന്തായിരിക്കും അവിടെ പ്രശ്നം? ശരിക്കും നിങ്ങൾക്ക് മാത്സ് അറിയാത്തത് കൊണ്ട് ഒന്നുമല്ല, മാത്സ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലൂടെ പഠിക്കാത്തത് കൊണ്ടാണ്. ബിക്കോസ് CBSE ഇപ്പോൾ എക്സാം ഒരിക്കലും പഴയ പാറ്റേണിലല്ല, കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ടഫായിരിക്കും. ഈ ഒരു വെറുതെ നമ്മളുടെ ചാപ്റ്റർ വായിച്ചിട്ടോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ടോ കാര്യമില്ല. പുറമേയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും, കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും, കൂടുതൽ എക്സാംസ് എഴുതേണ്ടി വരും. സോ ഈ ഒരു മാത്സിലെ കുട്ടികളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. അതാണ് നമ്മളുടെ മാത്സ് പ്രോ ബാച്ച്. അതായത് മാത്സിന് എക്സ്ക്ലൂസീവ്ലി ആയിട്ട് ഒരു മാത്സ് പ്രോ ബാച്ച് അങ്ങോട്ട് ലോഞ്ച് ചെയ്യാണ്, മാത്സിന് വേണ്ടി മാത്രം. സോ ഈ ഒരു ബാച്ച് എങ്ങനെയാന്ന് മിസ് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്, ഈ ഒരു ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾക്ക് ഒരു മാത്ത് മെന്റർ ഉണ്ടാവും. മാത്ത് മെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും മാത്സിൽ എന്ത് ഡൗട്ട് ആണെങ്കിലും നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിലൂടെയോ വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് മാത്ത് മെന്ററിനോട് ചോദിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ മാത്ത് മെന്റർ ഇടക്കിടക്ക് വിളിക്കും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മാത്സ് പഠിക്കുന്നത്, നിങ്ങൾ മാത്സിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു, നിങ്ങൾ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, എത്ര മാർക്ക് ഉണ്ട് എന്ന് ചോദിച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു മാത്ത് മെന്റർ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. അപ്പോൾ മാത്സിൽ എപ്പോൾ ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഈ ഒരു അക്കാഡമിക് ഇയർ ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ ഒരു മാത്ത് മെന്റർ ഉണ്ടാവും. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ആദ്യം നടത്താൻ പോകുന്നത് ഒരു അസസ്മെന്റ് ടെസ്റ്റ് ആയിരിക്കും. അതായത് എല്ലാ കുട്ടികളുടെയും ഈ ഒരു മാത്സിലെ ലെവൽ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. ബിക്കോസ് ചില കുട്ടികൾ മാത്സിൽ അത്യാവശ്യം നല്ല പ്രോ ആയിരിക്കും, എന്നാലും കൂടിയിട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങൾക്ക് മാത്സ് പഠിക്കുന്ന രീതിയിലായിരിക്കും ചില കുട്ടികളുടെ പ്രശ്നം. ചില കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത്, ചില മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള ചില ഭാഗങ്ങൾ ഇപ്പോഴും അറിയില്ല എന്നുള്ളതായിരിക്കും ചില കുട്ടികളുടെ പ്രശ്നം. ചിലപ്പോൾ കുട്ടികൾക്ക് ആൾജിബ്ര ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിവിഷൻ ആയിരിക്കും നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഞങ്ങളൊരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളുടെ ലെവൽ എന്താണെന്നുള്ളത് ഞങ്ങൾ തന്നെ പറഞ്ഞുതരും. നിങ്ങൾക്ക് മാത്സിന്റെ ബേസിക് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഞങ്ങൾ തരാൻ പോകുന്നത് മാത്സിന്റെ ബേസിക്സ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മാത്സിന്റെ ബേസിക്സ് വീഡിയോസ് കണ്ടിട്ട് ആ ഒരു മാത്സിന്റെ ബേസിക്സ് ക്ലിയർ ആക്കിയിട്ടായിരിക്കും പിന്നെ നമ്മൾ മാത്സിന്റെ ചാപ്റ്റേഴ്സ് കാണാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട് ചാപ്റ്റർ വലിച്ചു വാരി 3 മണിക്കൂർ 4 മണിക്കൂറിന്റെ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഞങ്ങൾക്ക് ആകെ നിങ്ങളുടെ 1 മണിക്കൂറിൽ താഴെയുള്ള സമയം മാത്രം നിങ്ങളുടെ അത് മാത്രം മതി. ഈ ഒരു സമയത്ത് ഞങ്ങൾ പറഞ്ഞുതരും നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഈ ദിവസം ഏത് ചാപ്റ്റർ പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞുതരും. ആ ഒരു ചാപ്റ്റർ മാത്രം മക്കൾ പഠിച്ചാൽ മതി. 1 മണിക്കൂറിന്റെ താഴെ സമയം നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും നമ്മൾ ലൈവ് ക്ലാസ് തരും. ആ ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിച്ച ചാപ്റ്ററിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പറ്റും. അത് റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒന്നുകൂടെ ആ ചാപ്റ്ററിനെ കുറിച്ച് കുറച്ചുകൂടി ഐഡിയ വരും. പക്ഷേ കഴിഞ്ഞില്ല കേട്ടോ. ലൈവ് ക്ലാസ് കഴിഞ്ഞാൽ 2 സെറ്റ് എക്സാം ഉണ്ടാവും. ആ 2 സെറ്റ് എക്സാമിൽ ഒന്ന് MCQ എക്സാം ആയിരിക്കും, മറ്റേതെന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും. MCQ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ സാധാ പീരിയോഡിക് ടെസ്റ്റ് ഒക്കെ എഴുതല്ലേ, അതുപോലെ ചാപ്റ്റർ വൈസ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമും, ഈ 2 എക്സാമും എഴുതും. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളുടെ കറക്റ്റായിട്ട് ഞങ്ങൾ ഷെഡ്യൂളായിട്ട് നിങ്ങളെ കൊണ്ട് റെക്കോർഡഡ് ക്ലാസ് കാണിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ലൈവ് ക്ലാസ് തരുന്നു. ലൈവ് ക്ലാസ് കഴിഞ്ഞിട്ട് 2 സെറ്റ് എക്സാം തരുന്നു. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയിട്ടില്ല എങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ടീച്ചേഴ്സിന്റെ നമ്പറും നിങ്ങൾക്ക് തരും. ആ ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ച് എന്ത് ചെയ്യാം, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു ബാച്ച് പോകുന്നത്. ഓൾസോ ഈ ഒരു ബാച്ച് ഡിസംബറോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഞങ്ങൾ ചാപ്റ്റേഴ്സ് മൊത്തം തീർക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, പിന്നെയുള്ള ടൈം എന്ന് പറയുന്നത് റിവിഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നമ്മളുടെ ഈ ഒരു CBSE എന്ന് പറയുന്നത് നമ്മളുടെ എക്സാം പാറ്റേൺസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യൽ വളരെ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു ഡിസംബറിന് ശേഷം നമ്മൾ റിവിഷൻ ക്ലാസ്സും അതുപോലെ തന്നെ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അങ്ങനെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളും ആയിരിക്കും. പിന്നെ നമ്മൾ നടക്കാൻ പോകുന്ന ലൈവുകളും റെക്കോർഡഡും ഒക്കെ അങ്ങനത്തതായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു അക്കാഡമിക് ഇയർ തീരുമ്പോഴേക്ക് നിങ്ങൾ ഓരോ ചാപ്റ്ററിലും പ്രോ ആയിരിക്കും, മാത്സിലും നിങ്ങളൊരു പ്രോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ബാച്ചിന് മാത്സ് പ്രോ ബാച്ച് എന്ന് ഞങ്ങൾ പേരിട്ടത്. സോ ഈ ഒരു മാത്സ് പ്രോ ബാച്ച്
സെവൻത്ത് നമ്മളുടെ 9th ആയിക്കോട്ടെ 8th ആയിക്കോട്ടെ ഇപ്പൊ ഈ ഒരു മാത്സ് പ്രോ ബാച്ച് 3499 രൂപയാണ് ഈ ഒരു ബാച്ചിന് വരുന്നത്. 4999ന്റെ ബാച്ച് 3999 ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 10-നാണ്. അപ്പൊ ഫസ്റ്റ് ബാച്ചിന്റെ കൂടെ തന്നെ ഞങ്ങളെ കൂടിയിട്ട് മാത്സിൽ പ്രോ ആയിട്ട് മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം. 4999 ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ്. അപ്പൊ ഈ ഒരു നമ്മളുടെ സ്റ്റാർട്ടിംഗ് ഓഫർ എന്നുള്ള രീതിയിലായിരിക്കും 3999 പോകുന്നത്. അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് ഒരു മാത്സ് പ്രോ ബാച്ച് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ഒന്ന് മക്കൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ രജിസ്റ്റർ ചെയ്ത കുട്ടികളൊക്കെ ഇവിടുന്ന് കോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് പോരുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഒരു ഉറപ്പ് വരാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ഈ ഒരു മാത്സ് പ്രോ ബാച്ചിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ മാത്സിൽ പ്രോ ആക്കി മാറ്റിയിട്ട് മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നുള്ളൂ. അതും എൻ്റെ ഉറപ്പാണ്. സോ അത്രയും അടിപൊളിയായിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തത്. സോ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ. നിങ്ങളുടെ ഇന്നല്ല മാത്സ് ഇന്നോ നാളെ കഴിയുന്നല്ല, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ മുന്നോട്ട് പഠിക്കുന്നോ അന്നൊക്കെ നിങ്ങൾക്ക് മാത്സ് ഉണ്ടാവും. എത്ര നേരത്തെ മാത്സ് സെറ്റാക്കുന്നോ അത്രയും അടിപൊളിയായിരിക്കും. സോ ബാച്ചിൽ വെച്ച് കാണാം, നമുക്ക് മാത്സ് സെറ്റാക്കാം. അതുവരേക്കും ബൈ.